മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെല്ലാവരെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോടതി വിധിയെ സാർ എങ്ങനെയാണ് കാണുന്നത്? വലിയ അത്ഭുതമൊന്നുമില്ല ഷിബിലി. കാരണം ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതൊക്കെ ഇന്ത്യയിൽ വളരെ അപൂർവമാണ്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ള കേസുകളിൽ. കാരണം ഇപ്പോൾ പുറത്തേക്ക് വിട്ടേക്കുന്നത് ഒന്ന് നമുക്കറിയാം, ഇതിലെ പ്രതിയായിരുന്ന ഒരാളാണ് സ്വാതി പ്രഗ്യാ സിംഗ്. ആ പ്രഗ്യാ സിംഗ് എന്ന് പറയുന്നത് ഈ സംഭവത്തിനൊക്കെ ശേഷം, ഈ സംഭവം ഉണ്ടാകുന്നത് 2008 മലേഗാവ് സ്ഫോടനം. അതിനുശേഷം അവർ ഭോപ്പാലിൽ നിന്ന് മത്സരിച്ച് BJPയുടെ MP ആയി പാർലമെൻറ്റിലേക്ക് ഇരുന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ അസീമാനന്ദ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഈ കേസിൽ പ്രതിയല്ലായിരുന്നു, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഫോടനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മക്ക മസ്ജിദ് ആണെങ്കിലും, അത് സംജോത എക്സ്പ്രസ് ആണെങ്കിലും, അജ്മീർ ബോംബ് പ്ലാസ്റ്റിക്കുകളാണെങ്കിലും ഒക്കെ നിരവധി സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 1-2 ഈ മഹാനും പ്രതിയായിരുന്നു. പിന്നീട് ഇദ്ദേഹം കൺഫസ് ചെയ്തു, ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, വെളിപ്പെടുത്തലുകളൊക്കെ വന്നു. വലിയ തോതിൽ ഇന്ത്യയിൽ പ്രമാദമായിട്ടുള്ള കേസാണ്. പക്ഷേ എന്നിട്ട് പോലും ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടില്ല. ഇതിന് മുമ്പ് നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുംബൈ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ ഒരു കേസിൻ്റെ വിധി വന്നത്. അതിലും ആരും ശിക്ഷിക്കപ്പെട്ടില്ല. കാരണം അതിൽ നിരവധി മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ പ്രതിയാക്കിയിരുന്നു. അപ്പോൾ അവർക്ക് 18 കൊല്ലം ഇനി ആര് തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീഡിയ വണ്ണൊക്കെ ഇവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ മീഡിയ വണ്ണും അതുപോലെ അവർ ഡി കമ്പനിയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് കണ്ടില്ലേ, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇങ്ങനെയല്ലാതെ മറ്റൊരു വിധി വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഇത് BJP എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഇത് സംഭവിക്കുന്നത് 2008 ആ സമയത്ത് ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന ആരാണെന്ന് നമുക്കറിയാം, കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് 2014 വരെ. 2008 ഇതിൻ്റെ തലവനായിരുന്ന, അതായത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെയൊക്കെ തലവനായിരുന്ന ഹേമന്ത് കർക്കറെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹമാണ് മുംബൈ അറ്റാക്കിൽ കൊല്ലപ്പെടുന്നത്. അന്ന് തന്നെ ഈ ഹേമന്ത് കർക്കറെ എങ്ങനെ കൊല്ലപ്പെട്ടു, അതിൻ്റെ പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ 2011 ഇത് NIA ഏറ്റെടുക്കുന്നു. NIA മടിച്ചാണ് ഈ കേസൊക്കെ അന്വേഷിച്ചത്. ഈ സ്വാതി പ്രഗ്യാ സിംഗിനെയൊക്കെ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ കൊള്ളാം പ്രതിപട്ടികയിൽ നിന്ന് അവർക്കുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഒഴിവാക്കിയില്ല? എന്താണെങ്കിലും ശരി, കോടതി ഇവരെല്ലാവരെയും തന്നെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് ഇന്ത്യൻ കോടതികൾ കുറ്റവിമുക്തരാക്കി വെറുതെ കുറേ കാലം ജയിലിൽ കിടന്നു, വേണമെങ്കിൽ നഷ്ടപരിഹാരത്തിന് പോലും കോടതിയിൽ പോകാവുന്ന ഒരു സാധ്യതകളുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇനി ആരെങ്കിലും അപ്പീൽ പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിൻ്റെ പുറത്ത് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ മുംബൈ അറ്റാക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കോടതിയിലേക്ക് അപ്പീൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഇത്ര വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പല അറ്റാക്കുകളുടെയൊക്കെ ചരിത്രം എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോൾ അത് വിസ്താരഭയം കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പം ഇത് മുതൽ ഈ കേരളത്തിലുള്ള ചില കേസുകൾ വരെ നമ്മൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ TP വധക്കേസ് നമുക്കറിയാമല്ലോ, 51 വെട്ടുവെട്ടി കൊന്നൊരു കേസാണ്. ആ കേസിൽ ഗൂഢാലോചന കുറ്റത്തിലേക്കുള്ള പ്രതികളെ പിടികൂടാൻ പറ്റിയോ? സത്യത്തിൽ യഥാർത്ഥ പ്രതികളെങ്കിലും പിടികൂടാൻ പറ്റിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരിച്ചുകൊണ്ടാണ്, UDF ഭരിച്ചുകൊണ്ടാണ്. പക്ഷേ ആ UDF ഒക്കെ ഭരിക്കുമ്പോൾ പോലും യഥാർത്ഥ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന കുറ്റം, അല്ലാതെ കിർമാണിക്ക് മനോജിനോ, ട്രൗസർ മനോജിനോ അല്ലെങ്കിൽ കൊടിസുനിക്കോ ഒക്കെ തന്നെ ഈ TP ചന്ദ്രശേഖരനെ അറിയാൻ പോലും പാടുണ്ടായില്ല. അല്ലെങ്കിൽ TP ചന്ദ്രശേഖരനുമായിട്ട് ഏതാണ്ട് കബഡി കളിച്ച് തോൽപ്പിച്ചുകൊണ്ടുള്ള വൈരാഗ്യം കൊണ്ടൊന്നും എല്ലാവരും അത് വെട്ടിയത്. അപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ള പ്രതികളൊക്കെ സുരക്ഷിതമായി വാഴുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. പിന്നെ ആകെ ആ കേസിലുണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നേരത്തേക്ക് CPM ഒക്കെ ഏതെങ്കിലും കൊലപാതകം നടത്തിയാൽ പ്രതികളായിട്ട് ആളുകളെ CPM തന്നെ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഹേമന്ത് കർക്കറെയൊക്കെ ഈ പറയുന്ന അന്വേഷണം നടത്തിയതുകൊണ്ട് അങ്ങനെ പ്രതികളെ കൊടുക്കാൻ കഴിഞ്ഞില്ല. പകരം യഥാർത്ഥത്തിൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നെ മുഴുവനായിട്ടുള്ള വിധിപ്പകർപ്പ് പുറത്തേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ട് മറ്റൊരു വിശദമായിട്ടുള്ള വീഡിയോ കൂടി പിന്നീട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ കോടതി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ എന്നെ അമ്പരപ്പിച്ചു. കോടതി പറയുന്നത്, ഈ 2008 സ്ഫോടനം നടന്നു, 6 പേർ മരിച്ചുപോയി എന്നൊക്കെ ഉള്ളത് സത്യമാണെന്നാണ്. അത് സത്യമാണെന്ന് പറയാൻ കോടതിയിൽ കേസ് പോലും എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 2006 മലേഗാവ് സ്ഫോടനം നടന്നിട്ടുണ്ട്, അത് 36 പേരാണ് മരിച്ചുപോയത്. അപ്പോൾ ഇത് മരിച്ചുപോയി, പക്ഷേ ഇത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൊല്ലത്ത് ഒരു കേസുണ്ടായിരുന്നല്ലോ, ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഒരു സൈനികരെയും ആ സൈനികൻ്റെ അനിയനെയും ഒക്കെ പോലീസുകാരെടുത്തിട്ട് ചതച്ചു വിട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കർണപടമൊക്കെ അടച്ച് പൊട്ടിച്ചു കളഞ്ഞു. അനിയനെ വിളിച്ചു വരുത്തിയത് അവൻ DYFയുടെ നേതാവായിരുന്നു. അവനെയാണ് പോലീസുകാർ വിളിച്ചു വരുത്തിയിട്ട് ഒരു കഞ്ചാവ് കേസിൽ ജാമ്യം നിൽക്കാൻ പറഞ്ഞാണ്
അവൻ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് അനിയനെ എടുത്തിട്ട് അടിച്ചു. അപ്പോഴാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് ചേട്ടൻ വരുന്നത്. ഇവർ രണ്ടുപേരെയും പോലീസുകാരെ അങ്ങോട്ട് പൂശി. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെർലിൻ എന്ന് പറയുന്ന IPS കാരിയായിട്ടാണ് അത് അന്വേഷിച്ചപ്പോൾ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ആ കണ്ടെത്തൽ എന്തായിരുന്നു നിങ്ങൾക്കറിയാം? എന്തായിരുന്നു ആ കണ്ടെത്തൽ? പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഇടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ പോലീസ് ആരാണ് ഇടിച്ചതെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്നാണ്. പുറത്തുകൂടി പോയ ആരെങ്കിലും വന്ന് ഇടിച്ചതായിരിക്കും ഇല്ലേ പോലീസ് സ്റ്റേഷനകത്ത്. ഇനി അല്ലെങ്കിൽ മറ്റേ ഭൂതഗണങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത ഏതെങ്കിലും മറ്റേ ജിന്നുകളൊക്കെ വന്ന് ഇടിച്ചതായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എന്തൊക്കെയാണ് ഇവർ വഴുതി വെക്കുന്നത്? ഇതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ഈ അടുത്തുണ്ടായിട്ടുള്ള മറ്റേ ഒരു സ്കൂളിൻ്റെ മുകളിൽ കയറിയിട്ട്, ഒരു ഷെഡിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു കുട്ടി മരണപ്പെട്ടു പോയല്ലോ, ഇലക്ട്രിക് ഷോക്ക് അടിച്ച്. അപ്പോൾ അതിലും ഇതുപോലെ കുറ്റപത്രം കൊടുത്തേക്കണമെന്ന് വെച്ചാൽ ഇത് ഉത്തരവാദി ആരാണെന്നില്ല, പകരം ശരിക്കും പറഞ്ഞാൽ കമ്പിയൊക്കെ ഉത്തരവാദിപ്പെടുത്തിക്കൊണ്ടും പിന്നെ അതുവഴി പാഞ്ഞു പോയിട്ടുള്ള ഇലക്ട്രിസിറ്റിയൊക്കെ ഉത്തരവാദിയാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് എന്നാണ് കൃത്യമായിട്ട് അന്വേഷണം നടക്കുക എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവരല്ല കുറ്റവാളികൾ എന്ന് തന്നെ വിചാരിക്കുക. ശരി, നമ്മൾ കോടതി പറഞ്ഞ് വിശ്വസിച്ചു, എങ്കിലും യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ഇത്തരത്തിലുള്ള വലിയ സ്ഫോടന കേസുകളിലെങ്കിലും. അതുകൊണ്ട് പക്ഷേ ഇതിനോടൊന്നും വലിയ തോതിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയക്കാർ പോലുമില്ല. കാരണം കോൺഗ്രസിന് പ്രതികരിക്കാൻ പറ്റില്ല, കാരണം കോൺഗ്രസ്സാണ് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. BJPക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രഗ്യാ സിംഗിനെയൊക്കെ വെറുതെ വിട്ടതിൽ അവർക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. മാധ്യമങ്ങളൊക്കെ ആണെങ്കിൽ ഓരോ ചേരി പിടിച്ചുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ ജനത്തിനും ഏതെങ്കിലും ചേരിയിൽപ്പെട്ട ഏതെങ്കിലും പക്ഷം പിടിക്കുന്ന മാധ്യമങ്ങൾ കാണാനേ താല്പര്യമുള്ളൂ. അല്ലാതെ വസ്തുനിഷ്ഠാപരമായി കൃത്യമായിട്ട് ഒരു ആളുടെയും പക്ഷമില്ലാതെ തെറ്റാണെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഇഷ്ടമല്ല. ഇപ്പം ഞാൻ തന്നെ ഒരു ദിവസം കോൺഗ്രസിന് അനുകൂലമായിട്ട് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ആയിരിക്കും, പക്ഷേ പിറ്റേ ദിവസം അനുകൂലമായിട്ട് പറഞ്ഞുകൊള്ളു. അതല്ല, തെറ്റ് പറഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മീഡിയ വണ്ണിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞത്. മീഡിയ വൺ മറ്റേ മുംബൈ അറ്റാക്ക് കേസിൽ പ്രതികൾ വെറുതെ വിട്ടപ്പോൾ കണ്ട അവർ പാവങ്ങളായിരുന്നു, പച്ചപ്പാവങ്ങൾ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവർ, നിരാലംബർ, നിഷ്ക്രിയ, നഗ്നപാതർ എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ ചെയ്തത്. ഇത് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു. സുനിൽ ജോഷി എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് പിൻവീൻ. അദ്ദേഹവും കർണാടകത്തിൽ വെച്ച് മരണപ്പെട്ടു. അതിൻ്റെ പുറകിലും ദുരൂഹതയുണ്ട്, കംപ്ലീറ്റ് ദുരൂഹത എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ പുറകിൽ നമ്മുടെ ജനം അർഹിക്കുന്ന ഭരണാധികാരികളെയും കോടതികളെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനെയൊക്കെ ഒക്കെ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പം ജനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കാനും ഇതിനെതിരെയുള്ള പ്രതിഷേധവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരുള്ളൂ. അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ ഇങ്ങനെ തന്നെ നടക്കും.